എന്റെ ഇക്കയുടെ ഒരു തല. എന്തായാലും നമുക്ക് ബലരാമേട്ടനായിട്ടൊന്ന് സംസാരിക്കാം. വായിക്കാം. അമ്മാവാ, ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് പോകും. എടാ, ഇത് നീ എന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം? പങ്കിയോടി എന്ന് പറയടാ. അല്ല, പങ്കിമാമന് ഇഷ്ടമെന്നൊക്കെ എനിക്ക് അറിയാം. അത് നിനക്ക് എങ്ങനെ അറിയാ? പിന്നെ അതൊക്കെ എനിക്ക് അറിയാന്നേ. അതെ, ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. സുലു, അവരും കല്യാണക്കാരെയാ സംസാരിക്കുന്നേ. എന്റെ പൊന്നുത്തമ്മ, നീ ഇങ്ങനെ കിടന്ന് ധൃതി കാണിക്കാതെ ഞാനേ സീരിയലായിട്ടൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന്. അല്ല, അങ്ങനെ ആലോചിച്ചു വന്നാൽ അവർക്ക് 10-150 പേർക്ക് ലീവ് എടുക്കണ്ടേ? എത്ര 150 പേരോ? ആ ചെക്കൻ്റെ വീട് കാണാൻ 150 പേര് വന്നാൽ മതി. കല്യാണം നമുക്ക് ആർഭാടാക്കാം. നിങ്ങളൊന്ന് ആലോചിക്കട്ടെ. അല്ലൊരു കാര്യം ചെയ്തരാം, നമുക്ക് എല്ലാവരും കൂടി അങ്ങോട്ട് പോയാലോ? ഇവിടെ നീ ഇങ്ങനെ ധൃതി കാണിക്കാതെ ഇരിക്കാം. എനിക്കങ്ങ് മുട്ടിയിട്ട് വയ്ക്കുന്നു. നീ എന്തിനാ കിടന്ന് ഇങ്ങനെ മുട്ടുന്നത്? ബലരാമേട്ടോ, അല്ലേ ആരും മജീദോ? മജീദപ്പോ വന്ന് ദേ വന്ന് കേറിയേ ഉള്ളൂ. സുലു അവിടെ നിന്ന് പോന്നിട്ട് കുറച്ച് ദിവസമായേ, അപ്പൊ തിരിച്ചു വിളിച്ചോണ്ട് പോകാന്ന് വിചാരിച്ചു വന്നതാ. സുലൂടെ കുറച്ച് ദിവസം നിക്കട്ടെ, വേണ്ടി വന്ന മജിയൂടെ നിന്നു. ഓ വേണ്ട. ഓ, എന്താണ് വിശേഷം? നല്ല വിശേഷം. ഒരു വിശേഷം പറയാൻ കൂടി വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത്. ആ വിശേഷമല്ല, ഇതൊരു കല്യാണാലോചനയുടെ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. ഇക്ക വീണ്ടും കെട്ടാൻ പോവാണോ? ഇത്ത സമ്മതിച്ചായി? അയ്യോ, ഇക്ക കെട്ടുന്നൊന്നുമില്ല, പൗത്തമാടുന്നു. പിന്നെ ആർക്കാ ഇത്തക്ക? പിന്നെ ഇവിടെ ആർക്കാ കല്യാണം? അതല്ല സുലു, ഇക്ക പറ. സുലു പറ. ഇക്ക പറ. അതെ, നിങ്ങൾ പറയണ്ട, ഞങ്ങൾക്ക് രണ്ടും കേൾക്കാനും താല്പര്യമില്ല. അല്ല, എന്നാ പിന്നെ ഞാൻ പറയാം. അതെ, എന്റെ ഒരു മാമാടെ മോളുണ്ട്, ജമീല എന്നാ പേര്. ജമീല. കാണാൻ എന്നെ പോലെ സുന്ദരിയാ. അവളെ കൊണ്ടേ നമ്മുടെ പങ്കിമാവനെ കെട്ടിച്ചാലോ എന്നൊരു ആലോചന. അവള് ഒന്ന് കെട്ടിയതാ, പക്ഷെ കെട്ടാൻ കൂടില്ല. അവൻ ജയിലില്ല ഇപ്പം. ജയിലിൽ പോയേ? അതെന്താന്നറിയോ ബലരാമേട്ട, ഒരു ചെറിയ ഒരു കുഴപ്പം. അവളുടെ ബെഡ്റൂമിൽ അവൾ അവിടെ സുഹൃത്തുമായിരുന്നു സംസാരിക്കുമായിരുന്നു. പണിയും കഴിഞ്ഞ് വന്ന അവൻ ഇത് കണ്ടിട്ട് ഇവൻ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഇവൻ ഈ സുഹൃത്തിനെ അങ്ങ് ഒറ്റ വെട്ടിനങ്ങ് കൊന്നു. ഇപ്പൊ അവൻ ജയിലിൽ. അല്ല, സുഹൃത്ത് ആണാണോ അതോ പെണ്ണാണോ? ആണ്. അപ്പൊ കാമുകൻ. എന്താണല്ലോ അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ. അത് കാമുകനല്ല. നാട്ടുകാര് മുഴുവൻ പറഞ്ഞ് അത് കാമുകനാന്ന്. പക്ഷെ അവള് ഞങ്ങളോട് ആണയിട്ട് പറഞ്ഞ് അതവിടെ കാമുകനല്ലാന്ന്. ഞങ്ങള് കുടുംബക്കാരും വിശ്വസിച്ചിട്ടില്ല, ഇനി കഴുത്തറുത്താണ് ഞങ്ങൾ വിശ്വസിക്കേയില്ല. അവൾ അങ്ങനെ ഒരു പെണ്ണല്ല ഉത്തമ. അത് അങ്ങനെയുള്ളൊരു പെണ്ണാണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾക്ക് ആ പെണ്ണിനെ വേണ്ട. അല്ല, ഉത്തമന് വേണ്ടിട്ടല്ലല്ലോ ഞങ്ങൾ ആലോചിക്കുന്നേ. ഞങ്ങൾ പങ്കിമാവന് വേണ്ടിട്ടല്ലേ ആലോചിക്കുന്നത്. പങ്കിമാവനെ വേണ്ടിട്ട് വേറെ ചെറിയ ചെറിയ പെൺകുട്ടികളെ കിട്ടും ഞങ്ങൾക്ക്. അല്ല, അതിന് ഉത്തമനല്ലല്ലോ ഇതിന് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ ബലരാമേട്ടനുണ്ട്, ബലരാമേട്ടൻ തീരുമാനിക്കട്ടെ. അമ്മാവാ, എന്താണ് നമുക്ക് ഈ രണ്ടാം കെട്ടൊക്കെ? രണ്ടാം കെട്ടിന് എന്താ ഉത്തമ കുഴപ്പം? 2 കെട്ടിന്ന് വെച്ചാൽ എന്താ ഇപ്പൊ കുഴപ്പം പറ. എന്റെ ഉത്തമ, 1 കെട്ടിയാലും 2 കെട്ടിയാലും നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നതിലാണ് കാര്യം. ഇപ്പൊ തന്നെ ബലരാമേട്ടൻ 1 കെട്ടിയിട്ടുള്ളു, പക്ഷെ പുള്ളിക്കാരൻ കടന്ന് അനുഭവിക്കുന്ന നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുവല്ലേ. ആ സമയം എന്റെ മജീദിക്ക 2 കെട്ടി ഇപ്പോഴും ജില്ലെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടല്ലേ ഉള്ളി നടക്കുന്നേ. എന്നാ പിന്നെ ഈ പെണ്ണിനെ കൂടെ കുറച്ചുകൂടെ ജില്ലായിട്ട് നിൽക്കുക. സുലു സമ്മതിക്കൂല. അതെ, നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഈ വക കേസൊന്നും നടക്കൂല. പങ്കിയമ്മാവന് നല്ല പെണ്ണിനെ കിട്ടും, അത് ഞങ്ങൾ കണ്ടെത്തിക്കോളാം. അത് ഉത്തമനങ്ങ് തീരുമാനിച്ചാ പോരല്ലോ, ഇവിടെ വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ പങ്കിയമ്മാവൻ പറയട്ടെ തീരുമാനം. അല്ല, പങ്കിയമ്മാവന് നല്ല പെൺകുട്ടിയെ ഇന്ന് നോക്കിയാ പങ്കിയമ്മാവന് നല്ല പെൺകുട്ടിയെ നമുക്ക് തന്നെ കണ്ടെത്തി കൊടുക്കാം. അവന് വന്നൊരു കാര്യം പറ്റവാ, ആ 150 പേരെ കൊണ്ട് ലീവ് എടുപ്പിക്കണം. അല്ല ബലരാമേട്ടാ, ഞാൻ ഒരു നല്ല കാര്യത്തിന് പുറകിന്ന് വിളിക്കട്ടെ സുഹൃത്തെ. വാ, ചെല്ലി വാ. എത്ര സമയം എടുത്ത് വേണമെന്നാ കല്യാണം മുടക്കി? എല്ലായിടത്തും കാണും ഇങ്ങനെ ഒരു കല്യാണം മുടക്കിയാൽ. സുലു, ഇന്ന് എന്നെ ഈ വീട്ടുകാരോട് പറഞ്ഞ് അവനെ ഒതുക്കണം. ഒതുക്കിക്കൂടെ? എനിക്ക് പേടിയാ. ബുദ്ധിയും വിവരവും ഇല്ലാത്തവനാ, എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. എന്തൊക്കെ ഈ കഴുതകൾ എഴുതി വെച്ചിട്ടുള്ളത്? അമ്മാവാ, അമ്മാവാ, എന്തടാ പുണ്യേ?
അതെ, പുറത്തൊക്കെ പോസ്റ്റ് എഴുതി വെച്ചോണ്ടാണോ അമ്മാവൻ പുറത്തിറക്കാണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കണേ? പോസ്റ്റ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല പുണ്ണി. ഈ മൊബൈലൊന്നും നോക്കി എന്തൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞു വെച്ചിരിക്കണേ. അമ്മാവാ, ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എതിർ പാർട്ടിക്കാരെ ട്രോളുന്നത് സ്വാഭാവികല്ലേ? ഇതങ്ങനെ ട്രോളുന്ന കാര്യമൊന്നും അല്ല. ഇത് വ്യക്തിഹത്യയാണ് കുട്ടി, അറിയോ? എന്നെയും ആ സാറാമേനെയും കുറിച്ചിട്ട് വേണ്ടാതീനെ എഴുതി അങ്ങോട്ട് വിടാണ് ആൾക്കാര് ഞങ്ങളുടെ ഈ പാർട്ടിയിൽ കീർത്തി കാണിക്കാൻ വേണ്ടിട്ട്, അറിയോ? എന്തൊക്കെയാ എഴുതിയിരിക്കുന്നത് അമ്മാവാ? എന്നിട്ട് അങ്ങനെയൊക്കെ ചോദിക്കണേ? അമ്മാവൻ എന്തൊക്കെ എഴുതിയിരിക്കണ അവര്? അതല്ലേ ഇപ്പൊ അവിടെ ചോദിച്ചേ. അല്ലാതെ എന്താന്ന് അറിയണ? സാറാ മേഡത്തിന് മുമ്പ് ഏതോ ഒരു പഴയ നേതാവുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. ഇപ്പോ ഈ പങ്കജാക്ഷനും സാറാ കൂടിയിട്ടുള്ള ബന്ധം കാരണം അത് അറിഞ്ഞിട്ട് അയാളുടെ പഴയ ബന്ധം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത എഴുതി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കഴുതകള്. ശരിക്കും അങ്ങനെ ഉണ്ടോ അമ്മാവ? പങ്കിയമ്മ, അപ്പുണ്ണേട്ടൻ ചോദിച്ചോലേ സാറമ്മടത്തിന് ശരിക്കും അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നോ? മാഡത്തിനെ കാണുമ്പോ ഒക്കെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. നിനക്ക് എന്താ കുട്ടിയെ? വരണ്ട മരുഭൂമിയില്ലേ, മരുഭൂമി, അതാ സാറാ മേഡത്തിന്റെ മനസ്സ്. ഒരു വിത്ത് അവിടെ മുളക്കില്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ വരണ്ടതാണല്ലോ, പിന്നെ എന്തിനാ വരണ്ട മരുഭൂമി എന്ന് പറയണേ? ആ വരണ്ട മരുഭൂമി ഒന്നും കൂടി വരണ്ട അങ്ങനെ ഉണ്ടാവും. അതന്നെ പങ്കിയാമ്മനെ എത്ര ആഴത്തിലാ സാറമ്മടത്തിനെ മനസ്സിലാക്കിക്കുന്നല്ലേ? സ്നേഹം കൊണ്ടാവും. ഈ ജനങ്ങൾ കഴുതകൾക്ക് വല്ലതും അറിയോ? പോസ്റ്റ് ഒടിക്കാൻ ഒരു കൂട്ടര്, അത് ഏറ്റുപിടിക്കാനായിട്ട് എതിർ പാർട്ടികളായിട്ടുള്ള കുറെ കഴുതകൾ വേറെ. ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ട് എന്നെയും സാറാ മേഡത്തിന് ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണേ. അല്ല, സാറാ മേഡത്തിനെ ഇല്ലാതാക്കണത് നമുക്ക് വിശ്വസിക്കാം. ഇതൊന്നും അല്ലാത്ത അമ്മാവനെ ഇല്ലാതാക്കിയിട്ട് പാർട്ടിക്കാർക്ക് എന്ത് കിട്ടാനാ? അത് അപ്പുണ്ണിയാണ് മനസ്സിലായില്ലേ? ഈ വൻ വൃക്ഷങ്ങളെ കടപുഴകി വീഴുമ്പോഴേ അതിന്റെ താഴെയുള്ള പുൽക്കൊടികൾക്ക് ക്ഷതമേക്കുമല്ലോ. ഇത് അതുപോലെ കണ്ടാ മതി. ഞാൻ അങ്ങനെ പുൽക്കൊടിയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃക്ഷം തന്നെയാണ്. മതി ഉദാഹരിച്ചത്. അല്ല അമ്മാവാ, എന്നിട്ട് സാറമ്മയുടെ ഇപ്പൊ എവിടെയുണ്ട്? അവര് ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരാളെയും ഫേസ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് നിന്റെ. അവർക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റാണ്ട് അവരാ സുലോചന ടീച്ചറുടെ വീട്ടിലിരിക്കടാ. ഇനിയും പഠിക്കാൻ പോയപ്പോ ഒന്ന് എനിക്ക് പോവോ, രണ്ടാളും സമാധാനം തരുമോ? അപ്പുണ്ണേട്ടാ, അല്ല അമ്മാവാ, അമ്മാവൻ എന്നിട്ട് മേഡത്തിനോട് ഇതുവരെ സംസാരിച്ചില്ലേ? പിന്നെ എന്നെ കണ്ട അവര് കത്തിച്ചോളേ. ഒന്നും സംസാരിക്കാനൊന്നും പറ്റൊന്നുമില്ല. അപ്പൊ അമ്മാവനൊന്ന് പോയി നോക്കാം അമ്മാവ. അമ്മാവനോട് സംസാരിച്ചാൽ അവർക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. ഒരു 4 ചീത്ത പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടില്ലേ? അല്ലേ? എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ലടാ പുണ്ണി. അമ്മാവ അങ്ങനെ പറയല്ലേ, പോയി ഒന്ന് കാണ്. അവരുടെ മനസ്സിലിപ്പോ ഞാൻ കാരണല്ലേ ഇപ്പൊ ഇതൊക്കെ ഉണ്ടായി എന്നുള്ളൊരു ഇതുണ്ടാവേ. അതാണ്. അങ്ങനൊന്നും ഉണ്ടാവില്ല, ചെന്നല്ലേ മനസ്സിലാവുള്ളൂ. പങ്കിയാമ്മ നോക്ക, നിങ്ങൾ പോയേ. നിങ്ങൾ രണ്ടാളൊന്ന് പോകുന്ന സമാധാനത്തിൽ ഇരിക്കട്ടെ. അമ്മവാ, ഒരുപാട് ആലോചിച്ച് കൂട്ടിയിട്ടേ വേണ്ടാത്ത ചിന്ത ഒന്നും തോന്നട്ടോ. ആ ഫാനൊന്നും അമ്മാവനെ താങ്ങാനുള്ള കെൽപ്പില്ല. ഒന്ന് വിളിച്ചു കൊണ്ടോ കുട്ടിയവനെ. നിശ്ചയം കഴിഞ്ഞ് കല്യാണം ഒരുക്കം നടക്കേണ്ട വീടാ. ഇതിപ്പോ മരണ വീട് പോലെ. ഒന്നും മിണ്ടാതിരുന്ന നിന്റെ പണി എന്താന്ന് വെച്ചാ നോക്ക് കുമാരി. ഞാനതൊക്കെ മറക്കാൻ ശ്രമിക്കുക. അതങ്ങനെ സീതേച്ചി, നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ചില കാര്യങ്ങൾ ഇങ്ങനെ തികട്ടി വരും. ഉദാഹരണത്തിന് ഷാഹിന് അമ്പിളിയോട് ഇറങ്ങി പോകുന്നില്ലേ, അതിപ്പോഴും മജീദിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് വിഷമം കൊണ്ടൊന്നല്ല, പക്ഷെ ഇങ്ങനെ ഉള്ളീന്ന് തികട്ടി വന്നുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സീതേച്ചിയുടെ കാര്യം, എന്ത് നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും അത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്നാലും എൻ്റെ സീതേച്ചി, ഇങ്ങനെ യോഗമില്ലാത്ത ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
സ്വന്തം മക്കളുടെ കല്യാണം കാണാനുള്ള യോഗം ഉണ്ടായിരുന്നോ? ഇപ്പതേ അനിയന്റെ കല്യാണം കാണാന്ന് വെച്ചപ്പോ അത് ഇങ്ങനെയായി. നീല സാരിയും ബ്ലൗസും തയ്പ്പിച്ച് നോക്കിയിരുന്നതാ. എന്നാലും എന്റെ ചേച്ചിയെ എന്തിനെങ്ങനെ ചവിട്ടി കുത്തും പോലെ ഓരോന്ന് പറയണേ? അല്ലെങ്കിൽ തന്നെ അമ്മ എന്ത് വിഷമിച്ചിട്ട് ഇരിക്കണേന്നറിയോ അനിയന്റെ കല്യാണം മുടങ്ങിയതുകൊണ്ട്? രണ്ടുപേരും മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നുണ്ടോ? അല്ല സീതേച്ചി സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ ഞങ്ങള്. ഇങ്ങനെയാണോ സമാധാനിപ്പിക്കുന്നേ? ഇങ്ങനല്ലേ സമാധാനിപ്പിക്കുന്നേ? ആ വന്നല്ലോ രാജകുമാരി. എന്തൊക്കെയുണ്ട് പുതിയ ന്യൂസ്? അല്ല നീയാളെ ന്യൂസ് പിടിക്കുന്ന ആള്. പിന്നെ ന്യൂസ് ഒന്നുമില്ലേ അമ്മേ? പങ്ക്യാമനെ സുശീല ടീച്ചറിന്റെ വീട്ടിൽ പോയേക്കാ. ആരാ സുശീല ടീച്ചറ്? കണ്ട എന്തോ ന്യൂസ് ഉണ്ട്. ആരാടി ഇത്? സുശീല ടീച്ചർ പങ്ക്യാമന്റെ പാർട്ടിയിലുള്ളതാ. എന്തിനാ പങ്ക്യാമനെ അവിടെ പോയി നിൽക്കണേ? സാറമ്മ മേഡത്തിനെ കാണാൻ. സാറാമ്മ മേഡേ ഇപ്പൊ അവിടെയാ നിക്കുന്നത്. ഈ പോസ്റ്ററൊക്കെ വന്നതിന് ശേഷേ മാഡത്തിന് ഇവിടെ വന്ന് നിൽക്കാൻ എന്തോ ബുദ്ധിമുട്ടാ, അതുകൊണ്ട് അവിടെ നിൽക്കുന്നേ. ആ അസത്തിന്റെ കാര്യം ഇവിടെ മിണ്ടി പോരുത്. എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ. അവൾ ഒറ്റ ഒരുത്തി കാരണ എന്റെ പങ്കിയുടെ കല്യാണം മുടങ്ങിയത്. എന്നാ പിന്നെ ഈ പങ്കിയമ്മാന് സാറാമ്മ മേഡത്തിനെ നേരത്തെ ഈ സുശീല ടീച്ചറിന്റെ വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടായിരുന്നോ? ഈ ചീത്തപ്പേരെങ്കിലും ഒഴിവാക്കാറുന്നല്ലോ. അങ്ങനെ അങ്ങ് സാറമ്മ മേഡത്തിനെ കൊണ്ട് അവിടെ നിർത്താൻ പങ്ക്യാമന് പറ്റൂലല്ലോ. അതെന്താ? സാറമ്മ മേഡത്തിനെ കാണാൻ പങ്ക്യാമൻ വെറുതെ അങ്ങ് പോയതെന്നാ വിചാരം? പിന്നെ എന്റെ ഉമ്മ, ഞാൻ കണ്ടതിൽ വെച്ചിട്ടേ ലോകത്തിലെ ഏറ്റവും വലിയ കാമുകൻ പരീക്കുട്ടിയോ ഷാജഹാനോ ടൈറ്റാനിക്കിലെ ജാക്കോ ഒന്നുമല്ല, അത് പങ്ക്യാമനാ. ആ സാറമ്മ മേഡത്തിനെ കാണാൻ കിട്ടുന്ന ഒരു അവസരവും പങ്ക്യാമൻ പാഴാക്കൂല. നീ വെറുതെ വായി തോന്നുന്നു ഓരോന്ന് വിളിച്ചു പറയല്ലേ ഷായന. ഞാനങ്ങനെ വായി തോന്നിയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഇനി എന്നെ വെക്കിട്ട് കയറണ്ട. അപ്പൊ അങ്ങനെ വരട്ടെ, അതാണ് കാര്യം. എന്ത്? ഈ പങ്ക്യമ്മാന്റെയും സാറാമ്മ മേഡത്തിന്റെയും കൂടെ പോസ്റ്റർ ഒട്ടിച്ചില്ലായിരുന്നോ? അത് കണ്ടിട്ട് പങ്ക്യമ്മാന്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവ വ്യത്യാസം വന്നായിരുന്നോ? എന്തെങ്കിലും ഒരു സങ്കടം തോന്നിയോ പുള്ളിക്ക്? ഒന്നും തോന്നിയിട്ടില്ല. എന്തോ നേടിയെടുത്ത ഒരു ഭാവമായിരുന്നു പുള്ളിയുടെ മുഖത്ത്. ഉമ്മയ്ക്ക് എങ്ങനെ തോന്നിയാ? എനിക്ക് അപ്പൊ അത് തോന്നിയില്ല, പക്ഷെ ഇപ്പൊ എനിക്കത് തോന്നുന്നുണ്ട്. ആണാണ്, അത് തന്നെയായിരുന്നു. ആ ഇങ്ങനെ പോവാണെങ്കിലേ ആ ജോത്സ്യം പറഞ്ഞത് സത്യാവും. എന്ത്? അല്ലമ്മേ, പങ്ക്യാമന്റെ കല്യാണം കഴിഞ്ഞാൽ MLA ഒക്കെ ആവാൻ സാധ്യതയുണ്ടെന്നാണല്ലോ ജോത്സ്യര് പറഞ്ഞത്. ഇപ്പൊ അമ്മ കണ്ടുപിടിച്ച പെണ്ണിനെയാണ് കല്യാണം കഴിച്ചെങ്കിൽ അതിന് സാധ്യത കുറവാ. പക്ഷെ സാറാമ്മ മേഡത്തിനെയാണ് കല്യാണം കഴിക്കണമെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഒരു MLA യോ MP യോ മന്ത്രിയോ ഒക്കെ ആവാം. കറക്റ്റ് അല്ലേ? അങ്ങനെ അറിയോ ചേച്ചി? പിന്നല്ലാതെ എടി, ഒന്നും ഇല്ലെങ്കിലും ഏതെങ്കിലും ബോർഡിന്റെ ചെയർമാനെങ്കിലും ആവും. കാര്യം സാറാമ്മ മേഡം കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ കെട്ടിയവന് ഒരു പണിയില്ലാതെ തെക്കടക്ക് നടക്കാന്ന് പറയാൻ നാണക്കേടായിരിക്കില്ലേ? അപ്പൊ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു ബോർഡിന്റെ ചെയർമാനെങ്കിലും ആക്കി വെക്കും. ഒന്നും മിണ്ടാതിരിക്കും കുമാരി. ഇങ്ങനെ നീ പറഞ്ഞതൊക്കെ സംഭവിക്കുമെങ്കിലേ ജോത്സ്യര് പറഞ്ഞ് വേറൊരു കാര്യം നടക്കും. അവന്റെ അപമൃത്യു. അവനെയും തട്ടും അവളെയും തട്ടും ഞാൻ. അല്ലെങ്കിൽ ജോത്സ്യര് പറഞ്ഞ് പങ്ക്യാമൻ മരിക്കുമെന്നല്ലേ? അതിനെന്തിനാ സാറമ്മ മേഡത്തിനെ കൊല്ലുന്നേ? അവനെ കൊല്ലുമ്പോഴേ ഫ്രീ കിട്ടിയതാന്ന് വിചാരിച്ചാ മതി. അമ്മ വെറുതെ വേണ്ടാത്തൊന്നും ചെയ്യണ്ടാട്ടോ. ദുരഭിമാന കൊലയൊക്കെ ഇപ്പൊ വലിയ വാർത്തയാ. സീതാലക്ഷ്മിക്ക് ഇനി ഒന്നും നോക്കാനില്ല. ഞാൻ എനിക്ക് തോന്നിയ പോലെ ചെയ്യും. ആ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാ. ഇത് ദേഷ്യത്തിന്റെ പുറത്ത് ചെയ്യണതാ എന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ കൊല്ലും. അതെ, സാറാമ്മയാണ്. ഇത് ഏത് പത്രത്തിൽ നിന്ന്? ചോദിച്ചോളൂ, എന്താ നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ പറയപ്പെടുന്ന പങ്കജാക്ഷനുമായിട്ട് എനിക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന്? ഇല്ല. പിന്നെ എവിടെങ്കിലും ആരെങ്കിലും ഒരു പോസ്റ്റർ ഒട്ടിച്ചതിന് ഞാൻ എന്തിനാ സഹോദര സമാധാനം പറയേണ്ടത്? അതെ സുഹൃത്തെ, ഒന്ന് കേൾക്കണേ. എൻ്റെ കല്യാണം ആകുമ്പോൾ ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അന്ന് എൻ്റെ ആദ്യത്തെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് ഞാൻ അയച്ചേക്കാം. ശരി, ഫോൺ വെച്ചിട്ടൊന്ന് പോടോ. ഏത് പത്രത്തിൽ നിന്നാ മേഡം? താൻ ഒരൊറ്റ ഒരാൾ കാരണം കേട്ടോ ഈ കണ്ടെത്തേണ്ടിയും എന്നെ വിളിക്കണത്. അങ്ങനെ പറയരുത് മേഡം. ഈ ഒരു കാര്യത്തിൽ ഞാനും മേഡം ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. ഇതേ കാര്യം പറഞ്ഞ എത്ര പേര് എന്നെ വിളിക്കേണ്ടതെന്ന് അറിയോ? എന്നിട്ട് എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ മേഡത്തിന് പറയണ്ടോ? ഇത് നമുക്ക് രണ്ടുപേർക്കും ഒരേപോലെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിശക്തമായിട്ട് ഇതിന്റെ പുറകിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ പോസ്റ്റർ ഒട്ടിക്കുന്നതിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് തന്നെ കണ്ടുപിടിച്ചോ?
അതിന്റെ പുറകിൽ ഇനി നടക്കാതിരിക്കുകയാണ് നല്ലത് മാഡം. അപ്പൊ കണ്ടുപിടിച്ചില്ല. എടോ ഇതിനെങ്കിലും കുറച്ചൊരു ഉത്തരവാദിത്തം കാണിക്കണ്ട പങ്കജാക്ഷ. മാഡം ഞാൻ പറയണത് കേൾക്കൂ. നമ്മളിപ്പോ അത് കണ്ടുപിടിക്കാൻ നടന്നാൽ തന്നെ ഏതെങ്കിലും പോസ്റ്റ് ഒട്ടിക്കുന്ന ഒരു പാവത്തിനെ നമ്മുടെ കയ്യിൽ കിട്ടുള്ളൂ. അപ്പൊ പോസ്റ്റ് ഒട്ടിച്ചതിനകത്ത് എനിക്കറിയാം. അതല്ല ഞാൻ പറയണത്, ഇതിന്റെ പുറകിൽ വലിയ അജണ്ട ഉണ്ട്. ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ആളല്ലല്ലോ കുറ്റക്കാരൻ. ഇതിന്റെ പുറകിൽ വമ്പൻ സ്രാവുകൾ ഉണ്ട് എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറയണത് നമുക്ക് ഇതിന്റെ പുറകെ നടന്നിട്ട് കാര്യമില്ല, ഇത് അങ്ങോട്ട് വിട്ടേക്കാം. അങ്ങനെയല്ല പങ്കജാക്ഷ, നമ്മളിപ്പോ ഇതൊക്കെ വിട്ടാലേ ഈ പോസ്റ്ററിൽ അവർ അച്ചടിച്ച കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് നമ്മൾ അംഗീകരിച്ച പോലെയാവും. അത് വേണ്ട. അതുകൊണ്ട് എന്തുവാണോ ഇത്? താൻ അവിടെ നിന്നല്ലേ എന്തിനാ എന്റെ പുറകെ വന്നത്? അല്ല മാഡം, പറഞ്ഞു പോകുമ്പോ അത് കേൾക്കണ്ട വെച്ചിട്ട് അങ്ങനെ വന്നതാ. കേട്ടിട്ട് ഇപ്പൊ അങ്ങ് മലമറിച്ച് വെച്ചേക്കുവാണ്. അത് ഞാൻ പറഞ്ഞു വന്നതേ, ഈ പോസ്റ്റർ ഒട്ടിച്ചാൽ എനിക്ക് കണ്ടുപിടിക്കണം. ഞാൻ പറയണത് എന്താണെന്നറിയോ, ഈ പോസ്റ്റ് ഒട്ടിക്കാനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ആ പോസ്റ്റ് ഒട്ടിച്ച ഏതെങ്കിലും ഒരു പാവത്തിന് അവൻ കൂലിപ്പണിക്കാരനാവും. പക്ഷെ അത് ചെയ്യിപ്പിച്ച സ്രാവുകള് അവരെപ്പോഴും ഒതുങ്ങി നിൽക്കും. നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയെന്ന് കണ്ടാൽ അവർ അതിശക്തമായിട്ട് പ്രതികരിക്കാൻ തുടങ്ങും. അത് നമുക്ക് ദോഷം ചെയ്യും. പക്ഷെ ആ പോസ്റ്റ് ഒട്ടിച്ചാൽ എനിക്ക് വേണം. പോസ്റ്റ് ഒട്ടിച്ച ഒരാൾ മതി വെച്ചെങ്കിൽ ഏതെങ്കിലും സിനിമ പോസ്റ്റ് ഒട്ടിക്കുന്ന പയ്യനെ ഞാൻ കൊണ്ടുവരാം. സിനിമ പോസ്റ്റ് ഒട്ടിക്കുന്നവനല്ല, നമ്മളെ കുറിച്ച് പോസ്റ്റർ ഉണ്ടാക്കിയവൻ, ആ ഒട്ടിച്ചവൻ ആരാണെങ്കിലും എനിക്ക് അവരെ വേണം. നോക്കാം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ടീച്ചറുടെ അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് പിരിഞ്ഞാലോ? തന്റെ വീട്ടിൽ ചായ ഇല്ലേ? പിന്നെ നീ ഇവിടെ കയറി ചായ കുടിക്കുന്നു? അല്ല, ടീച്ചർ ചായ കുടിക്കാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എടോ, ഇനി ഇവിടെ കയറി ചായ കുടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ട് വേണം പങ്കജാക്ഷൻ സാറാമ്മ താമസിക്കുന്നിടത്ത് വന്ന് ചായ കുടിച്ചോന്ന് പറഞ്ഞ് അടുത്ത പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി. എടോ പോടോ, പോയി വരെ വഴിക്കൊന്നും വാങ്ങിച്ചു കുടിക്കടോ ചായ. ആയിക്കോട്ടെ, ശരി. ചായ കുടിക്കാൻ വന്നേക്കാം. പങ്കജാക്ഷ, എനിക്ക് ചായ വേണ്ട. അതെ, ഇപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥയിൽ ഞാൻ ഓരോന്ന് പറഞ്ഞു പോകുന്നതാ, അല്ലാതെ തന്നുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. താനൊന്നും മനസ്സിൽ വെച്ചേക്കണ്ട കേട്ടോ. അമ്മാവനിത് എവിടെയായിരുന്നു? വീട്ടിലിരിക്കാണ്ട് ഇങ്ങനെ കറങ്ങി നടക്കുവാ? നീ എന്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോട്ടെ ഉത്തമ. നീയൊക്കെ ഉണ്ടാക്കി വെച്ച ഓരോ പ്രശ്നങ്ങൾ കാരണം ഈ വീട്ടിലിരിക്കാൻ പറ്റാതെ ഞാൻ പുറത്ത് ഇറങ്ങി നടക്കണേ. ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു ഉളുപ്പില്ലാതെ പുറത്തിറങ്ങി നടക്കിയ പിന്നെ ഞാനൊക്കെ ചമ്മി നാറി പെരക്കകത്തായിരിക്കുള്ളൂ. ആ പോസ്റ്ററിന്റെ വിഷയം ഇപ്പോഴും പോയിട്ടില്ലേ? എവിടുന്ന് പോണോ? അത് എന്റെ ആയുസ് തീരുന്നവരെ ഇനി പോവില്ല. അത് എന്തെന്നാ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതെ, അമ്മാവൻ ടെൻഷൻ അടിക്കണ്ട. പുതിയൊരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് അമ്മാവന്റെ പ്രശ്നങ്ങൾ പോകും. അപ്പൊ ഇനി പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കാണോ? ഓ, അങ്ങനെ അല്ല അമ്മാവ. അമ്മാവന്റെ പാർട്ടിയിൽ ഏതെങ്കിലും ഒരാളുടെ അമ്മാവന്റെ ദേഷ്യം ഉണ്ടെങ്കിൽ എന്നോട് പറ. അയാളുടെ പോസ്റ്റർ അടിച്ച് ഈ നാട് മൊത്തം ഒട്ടിക്കണാരും ഞാനേറ്റ്. അപ്പൊ അമ്മാവന്റെ പ്രശ്നം അടിയിൽ പോവും, ഈ പുള്ള പ്രശ്നം പൊളി വരും. നീ എങ്ങാനും ഇനി പോസ്റ്റ് ഒട്ടിച്ചൊന്ന് ഞാൻ അറിഞ്ഞ നിന്റെ പോസ്റ്റ് ഞാൻ ഒട്ടിക്കും. അതിന് ഞാൻ രാഷ്ട്രീയത്തിലില്ലല്ലോ. നീ രാഷ്ട്രീയത്തിലല്ല, ഈ രാഷ്ട്രത്തിൽ തന്നെ ഉണ്ടാവില്ല. നിന്നെ തല്ലി കൊന്നിട്ട് ആദരാഞ്ജലികൾ എഴുതിയിട്ടുള്ള പോസ്റ്റ് ഒട്ടിക്കുന്ന പറഞ്ഞ ഞാൻ. അതാണ് ഒരാൾക്കൊരു കൈ സഹായം ചെയ്യാൻ പാടില്ലെന്ന് പറയണത്. ഓ, വലിയ സഹായമായി പോയി ചെയ്തത്. മനുഷ്യൻ നീക്കക്കള്ളില്ലാണ്ട് നടക്കുക. എന്ത് ബുദ്ധിയ ഉത്തമ നിനക്ക് തോന്നിയത്? ഇതിപ്പോ മതിരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറഞ്ഞ അവസ്ഥയായി. ഇത് തെറ്റിപ്പോയിട്ടാ പഴഞ്ചൊല്ലു. കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, അതാ പറയേണ്ടത്. ഓ, ഇനിയിപ്പോ പഴഞ്ചൊല്ലാം അങ്ങോട്ട് റെഡിയായാൽ മതി, എല്ലാം റെഡിയായി. എന്റെ അമ്മാവൻ ഇത് എന്ത് വർത്താനം പറഞ്ഞത്? അമ്മാവനൊരു ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയില്ലേ ഞാൻ ഈ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. അമ്മാവനൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാ. നീ മരിച്ചാലേ എനിക്ക് ജീവിതം ഉണ്ടാവുള്ളൂ. ഒരു തമാശ പറഞ്ഞപ്പോ അതുമ്മ കയറി പിടിക്കണം. നോക്കിയേ അമ്മാവനൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി എന്താ വേണ്ടെന്ന് എന്നോട് പറഞ്ഞാൽ മതി, അത് ചെയ്തു തരാൻ ഞാൻ തയ്യാറാ. 2 ചിക്കൻ ബിരിയാണി കിട്ടുമോ? ഈ സമയത്ത് ബിരിയാണിയാ ഇവിടെ? അപ്പൊ നീയല്ലേ പറഞ്ഞത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം. എന്റെ അപ്പുണ്ണി നീ ഒന്ന് പോയേ. അമ്മാവനോട് ജീവൻ മരണ പോരാട്ടത്തിലിരിക്കേ. അത് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വന്നേ. അമ്മാവാ,
കല്യാണം മുടങ്ങിനെ പറ്റി നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയണ പുണ്ണി? എന്താന്നൊക്കെ പറഞ്ഞ സൊസൈറ്റിയിലൊക്കെ ആൾക്കാർക്ക് തന്നെ സംസാരം. ഞാൻ അവിടെ കിടന്നിങ്ങനെ ചമ്മു ഉരുക്കി പോവാ ഞാൻ. എന്താ ആൾക്കാർ പറയണേ? പറയണോന്ന് ഇപ്പൊ ഒരു മരുവാന അമ്മനോട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അമ്മാവൻ എന്തിനാ ഇങ്ങനത്തെ പണിക്കൊക്കെ പോയേ? ഏത് പണിക്ക് പോയി നായ പറയണേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഒന്നുമില്ല. അതെ, ഒരു കാര്യം ഞാൻ പറയാ, അമ്മക്ക് ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് അമ്മാവൻ വെറുതെ മെനക്കെടണം കേട്ടോ. ഇവിടെ ലഹള നടക്കും. അപ്പോൾ നീ ഒന്ന് പോയേ. അമ്മാവനെ പ്രായപൂർത്തിയായ ആളാ. ഏത് പെണ്ണം കെട്ടെന്നോ അമ്മാവൻ തീരുമാനിക്കും. ഞാൻ ഒരാളെയും കെട്ടുന്നില്ല. എന്റെ കല്യാണം നേരെ ചൊവ്വ നടക്കില്ല എന്ന് എനിക്ക് നല്ലോണം അറിയാം. അമ്മാവൻ ധൈര്യമായിട്ടിരിക്കേ. അമ്മാവന്റെ കല്യാണം ഞാൻ നടത്തും. നീ ഇങ്ങനെ ധൈര്യം കൊടുത്ത് അമ്മാവനോട്ട് ഇല്ലാണ്ടായിക്കോ. പോടാ, പോയി ചാണകം കോരാ. പോടാ. ഇതില് നല്ലത് ചാണകം കോരൽ തന്നെയാ. അവസാനം ആ പൊന്നി പറഞ്ഞിടത്ത് എത്തുമല്ലോ. നോക്കിക്കോ.